മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വാസന്തി അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയ്ക്ക് 91,82,250 രൂപയും സേവന മേഖലയ്ക്ക് 1,38,18,340 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 13,10,000 രൂപയുടെയും പദ്ധതി പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി, ഭിന്നശേഷി പദ്ധതി, വയോജന പദ്ധതി, വനിതാഘടന പദ്ധതി, പട്ടികജാതി പദ്ധതി, ശുചിത്വ പരിപാലനം, കുടിവെള്ള പദ്ധതി, മാലിന്യമുക്ത പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതി മേഖലയ്ക്കും മതിയായ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റ് ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശിഹാബ് എം, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി പുഷ്പജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി അനീഷ് കുമാർ, ഷിനി AV, IV ഒതേനൻ, ഇ ചന്ദ്രൻ മാസ്റ്റർ, VP വത്സരാജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. മലപ്പട്ട ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബഡ്ജറ്റാണ് അഭിമാനപൂർവ്വം ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. മലപ്പട്ടം 3 ഭാഗവും പുഴകളാൽ ചുറ്റപ്പെട്ട കാർഷിക പ്രധാനമായ മേഖലയാണ്. 14 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ വലിയ വ്യവസായ സംരംഭങ്ങളോ പട്ടണങ്ങളോ ഇല്ലാതെ പൂർണ്ണമുള്ള പഞ്ചായത്താണ് മലപ്പട്ടം. അതുകൊണ്ട് തന്നെ തനത് വരുമാനം വളരെ കുറഞ്ഞ പഞ്ചായത്താണ്. ഈ പരിമിതികളെല്ലാം വിവിധ മേഖലയിൽ വികസന രംഗത്ത് വലിയ മുന്നേറ്റം മുൻ വർഷങ്ങളിലും ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചത് അഭിമാനകരമാണ്. നമ്മുടെ പഞ്ചായത്തിൽ ലഭിക്കുന്ന പരിമിതമായ ഫണ്ടുകൾക്ക് പുറമെ MLA ഫണ്ട്, അതോടൊപ്പം മറ്റു വിവിധ സ്രോതസ്സിൽ നിന്നും ഫണ്ടുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. മലപ്പട്ടം ഫാമിലി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം, കമ്മ്യൂണിറ്റി ഹാളിന് കിച്ചണും മറ്റും, ഇന്റർലോക്ക് സൗകര്യങ്ങൾ, ഹൈസ്കൂൾ, വെയിറ്റിംഗ് ഷെൽട്ടർ, നിരവധി റോഡുകൾ, മുൻപ് കടവ്, ടൂറിസം പദ്ധതി എന്നിവ എടുത്തു പറയേണ്ട പ്രവൃത്തികളാണ്. ഉത്തര പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിന്റെ എല്ലാ ജനസേവന മേഖലകളിലും റോഡ് സൗകര്യം നേടാനായിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് വിസ്മയകരമായ വിപ്ലവമാണ് മലപ്പട്ടത്തിന്റേത്. മലപ്പട്ടം ഫാമിലി ഹെൽത്ത് സെന്ററും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വരുന്ന ഹയർ സെക്കൻഡറി സ്കൂളും സംസ്ഥാനത്തെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.